പത്തനംതിട്ട തിരുവല്ലയിൽ ബാർ പരിസരത്ത് കൂട്ടയടി. ബാറിനുള്ളിലുണ്ടായ തർക്കമാണ് പുറത്ത് സംഘർഷത്തിൽ കലാശിച്ചത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, ബാറിനുള്ളിൽ ഒരു തർക്കമുണ്ടാകുന്നു, അത് പുറത്ത് തല്ലി തീർക്കാമെന്നങ്ങ് തീരുമാനിക്കുന്നു. ഇതാണോ സംഭവിച്ചത്? അതെ, കൃഷിക്ക് അറിയുന്ന ഒരു പ്രദേശത്തുകാരാണ് ഈ സംഘർഷത്തിന്റെ ഭാഗമായിരിക്കുന്നത്. കല്ലിശ്ശേരി സ്വദേശികളാണ് ഇത്തരത്തിൽ സംഘർഷത്തിന്റെ ഭാഗമായത് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള സംഘർഷം നടന്നത്. അതിൽ ഈ സംഘർഷം ബാറിനുള്ളിൽ നടന്നു. അതിനുശേഷം വീണ്ടും ഇത് പുറത്തേക്ക് വ്യാപിച്ചു. ഈ സംഘർഷത്തിൽ ബാർ ജീവനക്കാർ അടക്കം പങ്കാളികളായിരുന്നു. ഇവരടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും 6 പേർക്ക് ഗുരുതരമായ രീതിയിൽ തന്നെ മർദ്ദനമേറ്റിട്ടുണ്ട്, ശക്തമായ രീതിയിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാവരും തന്നെ ആ സമയത്ത് ആ പ്രദേശത്ത് നിന്ന് മുങ്ങുകയായിരുന്നു. എന്നാലും പോലീസ് ഈ ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച് ബാർ ജീവനക്കാർക്ക് അടക്കം പേരിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. എന്നാലും 2 കല്ലിശ്ശേരി സ്വദേശികൾക്ക് ഗുരുതരമായി പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇവർ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നാണ് വിവരം. പക്ഷേ ജീവനഹാനിയൊന്നുമില്ല, നല്ലോണം അടിയിട്ടിട്ടുണ്ട്. എന്നാലും പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. റാന്നി പുതുമൺ താൽക്കാലിക പാലം വെള്ളത്തിൽ മുങ്ങിയെന്ന വാർത്ത വരുന്നുണ്ട്. പ്രദേശത്ത് ബസ് ഗതാഗതം മുടങ്ങിയിട്ടുണ്ട്. ചെറുവാഹനങ്ങൾക്ക് മാത്രമാണ് റാന്നി കോഴഞ്ചേരി റൂട്ടിൽ ഇപ്പോൾ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്.